പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തുവരുന്ന വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ വലിയ ചർച്ചയാവുകയാണ്. ഏകദേശം 27 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഇത്തവണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായ ചില രാഷ്ട്രീയ സൂചനകൾ ഇതിൽ കാണാൻ സാധിക്കും. ആരാണ് ഇതിലൂടെ പുറത്താകുന്നത്? ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 27.16 ലക്ഷം പേർക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഇതിൽ പകുതിയിലധികവും വെറും 5 ജില്ലകളിൽ നിന്നാണ്. മുർഷിദാബാദ് 4.55 ലക്ഷം, നോർത്ത് 24 പർഗനാസ് 3.25 ലക്ഷം, മാൾഡ 2.39 ലക്ഷം, സൗത്ത് 24 പാർഗനാസ് 2.22 ലക്ഷം, പൂർവ ബർധമൻ 2.9 ലക്ഷം. ഈ ജില്ലകളുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ? ഇവയെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ വൻതോതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളോ ആണ്. മുർഷിദാബാദ്, മാൾഡ തുടങ്ങിയ അതിർത്തി ജില്ലകളിൽ മുസ്ലിം ജനസംഖ്യ കൂടുതലാണ്. അതുപോലെ തന്നെ വോട്ടർമാരെ ഒഴിവാക്കിയ പട്ടികയിൽ ദളിത് വിഭാഗങ്ങൾ കൂടുതലുള്ള മേഖലകളും ഉൾപ്പെടുന്നുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ നടന്ന ഈ നടപടിയിൽ കൃത്യമായൊരു ഭൂമിശാസ്ത്രപരമായ പാറ്റേൺ ഉണ്ടെന്നാണ് ദി ക്വിൻറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പേര് നീക്കം ചെയ്യപ്പെട്ടവർക്ക് അപ്പീൽ നൽകാൻ ട്രിബ്യൂണലുകളെ സമീപിക്കാമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ആകെയുള്ള 19 ട്രിബ്യൂണലുകളും കൊൽക്കത്തയിലാണ് പ്രവർത്തിക്കുന്നത്. മുർഷിദാബാദിലോ മാൾഡയിലോ ഉള്ള ഒരു സാധാരണക്കാർ 100 കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കൊൽക്കത്തയിലെത്തി തന്റെ പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇത് പലരെയും വോട്ടവകാശത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണമാകും. തിരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമായിരിക്കണമെന്നാണ് ജനാധിപത്യം അനുശാസിക്കുന്നത്. എന്നാൽ ബംഗാളിലെ ഈ വോട്ടർ പട്ടിക തിരുത്തൽ വിവാദങ്ങൾ ഉയർത്തുകയാണ്. ലക്ഷക്കണക്കിന് വോട്ടർമാർ പുറത്താകുമ്പോൾ അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.